മുരാദ് ബാബുവിൽ നിന്ന് സുധീർ എന്ന് പറയുന്ന ആളിലേക്ക് പോകുന്നു. ഇങ്ങനെ ഓരോരുത്തരായി പോയി അവസാനം എൻ വാസുവിലെത്തുന്നു. എൻ വാസുവിലെത്തിയപ്പോൾ കഥ ആകെ മാറി. എല്ലാവരും ഒന്ന് ഞെട്ടി. കാരണം എൻ വാസുവിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും സങ്കടകരമായ ഒരു സീൻ എൻ വാസുവിനെ സംബന്ധിച്ച് കണ്ടായിരുന്നു. എൻ വാസുവിനെ വിലങ്ങ് വച്ചിരിക്കുന്നു. അത് വളരെ ഒരു ഹൃദയഭേദകമായ ഒരു സീനാണ്. കാരണം ഹൃദയഭേദം എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പതി ഉള്ളതുകൊണ്ട് പറയുന്നതല്ല. പക്ഷേ എൻ വാസു ആരായിരുന്നു? ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ച് എൻ വാസു ചോദ്യം ചെയ്യാത്ത മുടിചൂടാ മന്നനായിരുന്നു. പത്മകുമാറിനേക്കാൾ വലിയ നേതാവായിരുന്നു. മുഖ്യമന്ത്രിയായിട്ടൊക്കെയുള്ള ബന്ധവും പാർട്ടിയുമായുള്ള ബന്ധവും സീനിയോറിറ്റിയും വയസ്സുകൊണ്ടും എല്ലാം കൊണ്ടും വളരെ വലിയ നേതാവായിരുന്നു എൻ വാസു. അപ്പോൾ അദ്ദേഹം ശബരിമല സ്ത്രീകളെ കയറ്റുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി വളരെ വലിയ തോതിലാണ് വയലൻ്റായാണ് സംസാരിച്ചത്. അന്ന് അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധം വരികയും ചെയ്തു. അദ്ദേഹം ചാനലുകാരോടൊക്കെ ചൂടാവുക വേറെ പ്രത്യേക ഒരു സ്വഭാവമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരാൾ, പുലിയെപ്പോലെ വന്നൊരാൾ പൂച്ചയെപ്പോലെ വിലങ്ങ് കെട്ടി നടക്കുന്ന കണ്ടപ്പോൾ സങ്കടം തോന്നി. അതുപോട്ടെ, അത് കഴിഞ്ഞ് പത്മകുമാറിനെ പിടിച്ചു. പത്മകുമാറിൻ്റെ വീട്ടിൽ 12 മണിക്കൂർ റെയ്ഡ് നടന്നു. അപ്പോഴാണ് പുതിയ കഥകൾ അറിയുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ കത്ത് കൊടുത്തത് കൊണ്ടാണ് പോറ്റിയെ അവിടെ എൻ്റർ ചെയ്യിച്ചത്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ കത്തിൽ എന്താണ് എഴുതിയത്? ഡു ദ നീഡ്ഫുൾ ആണെന്നോ, നെസസറി ആക്ഷൻ ആണെന്നോ, എന്താണ് കൺസിഡർ ഫേവറബിളി ആണോ, അതോ കൊടുക്കണമെന്നോ, എന്താണ് എഴുതിയത്? ഒന്നാമത്തെ വിഷയം. രണ്ടാമത്, കടകംപള്ളി സുരേന്ദ്രൻ എഴുതിയതിന് പുറമെ സുരേന്ദ്രൻ വിളിച്ച് പത്മകുമാറിനോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടോ, മെസ്സേജ് ഇട്ടിട്ടുണ്ടോ, PS സംസാരിച്ചിട്ടുണ്ടോ, ദേവസ്വം ബോർഡ് ചുമതല APS സംസാരിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടകംപള്ളി, പിന്നെ അത് മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെടുത്തി അറിയേണ്ടതുണ്ട്. കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെടുത്തി അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും ബിനാമി ഇടപാടുകളും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഇടപാടുകൾ കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുണ്ടോ? അടുത്ത ചോദ്യം. അപ്പോഴാണ് വീണ്ടും അവിടെയും നിൽക്കുന്നില്ല, കഥ അടുത്ത് സെലിബ്രിറ്റിയിലേക്ക് പോകുന്നു. ജയറാമിനെ ചോദ്യം ചെയ്യും. ജയറാമിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ ജയറാമിനെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അറസ്റ്റ് വരുന്ന ഏത് സാഹചര്യത്തിലെന്ന് ചോദിച്ചാൽ